Hello everyone. In this video we will discussing about the topic redemption of debentures by conversion method. നമ്മൾ ഓൾറെഡി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷൻ മെത്തേഡിലെ രണ്ട് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത് മൂന്നാമത്തെ കേസാണ് പറയുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അതായത് ഡിബഞ്ചേഴ്സ് യഥാർത്ഥത്തിൽ റിഡീം ചെയ്യപ്പെടേണ്ടത് പാറിലും ന്യൂ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യപ്പെടേണ്ടത് പ്രീമിയത്തിലുമാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു, എമൗണ്ട് ഡ്യൂ ആകുന്ന സമയത്ത് ആ ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരുന്നത്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. കാരണം ഇത് പാറിലാണ് റിഡീം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ്? ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പുതിയ ഇക്വിറ്റി ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ് വരുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് ഈ എമൗണ്ടിന് തുല്യമായ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റലും സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ഏതാണ്? എക്സാമ്പിൾ 18. X Limited issued 80,000 9% debentures of rupees 100 each at premium for 5%. അതായത് എക്സ് ലിമിറ്റഡ് 80,000 ഡിബഞ്ചേഴ്സ് 100 റുപ്പീസിന്, അപ്പോൾ 80 × 100 എത്രയാണ്? 80 lakh റുപ്പിയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഡിബഞ്ചർ 5% പ്രീമിയത്തിലാണത് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂവിൻ്റെ ടൈമിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? redeemable at par by conversion into shares of rupees 20 each at premium of 5 per share. റെഡീം ചെയ്യുന്നത് പാറിലാണ്. എങ്ങനെയാണത് റെഡീം ചെയ്യുന്നത്? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്. പക്ഷെ ഷെയർ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഷെയറിൻ്റെ വില 20 റുപ്പിയും പ്ലസ് പ്രീമിയം 5 പെർ ഷെയറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാവാം ജേർണൽ എൻട്രീസ്? ജേർണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 2018 ഏപ്രിൽ 1 നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ഇവിടെ 80,000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100 റുപ്പീസാണ്. അപ്പോൾ എത്രയാണ്? 80 ലാക്കിനാണ് നമ്മളത് എന്താണ് ഡിബഞ്ചറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. പ്ലസ് അതിൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം 5% എന്ന് പറയുന്നുണ്ട്. അപ്പം 80 ലാക്കിൻ്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്? 4 lakh റുപ്പീസാണ്. അപ്പോൾ 80 lakh പ്ലസ് 4 lakh 84 ലാക്കിൻ്റെ എമൗണ്ടാണ് നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഡിബഞ്ചേഴ്സിൻ്റെ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്, കമ്പനി റിസീവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 84 lakh ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 84 lakh. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 84 lakh ടു എത്രയാണ്? ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പോകും? ഈ പറയുന്ന 80,000 ഇൻറ്റു 100 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന ഡിബഞ്ചേഴ്സിലേക്ക് പോകുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് അതിൻ്റെ 5%ഉം പോകുന്നു, അല്ലേ? അപ്പോൾ എത്രയാണ്? 4 lakh റുപ്പീസ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇഷ്യൂ ടൈമിലെ ജേർണൽ എൻട്രീസ് ആണ് ഈ രണ്ടെണ്ണം. ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്, പിന്നെ ഇത് നമ്മളുടെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ.
നെക്സ്റ്റ് എന്താണ്, നമ്മൾ റിഡംഷൻ നടക്കുമ്പോഴുള്ള ജേണൽ എൻട്രീസ് ആണ് ഈ രണ്ട് ജേണൽ എൻട്രീസ്. റിഡീം ചെയ്യുന്നത് പാറിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണുള്ളത്, 80 lakh rupees ആണ്. ഈ 80 lakh rupeesനാണ് അത് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിഡംഷൻ അറ്റ് പാർ ആൻഡ് ന്യൂ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യുന്ന ജേണൽ എൻട്രി എന്താണ് വരുന്നത്, എമൗണ്ട് റിഡംഷൻ സമയത്ത് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി 9% ഡിബഞ്ചേഴ്സ്, ആ ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യുന്നു. 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്രയാണ് എമൗണ്ട് വരുന്നത്, 80 lakh. അതായത് ഡിബഞ്ചറിൻ്റെ വാല്യൂ ആയ 80 lakh rupees വരുന്നുള്ളൂ. ഇവിടെ പ്രീമിയം എടുക്കുന്നില്ല, കാര്യം പ്രീമിയത്തിലല്ല അത് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 80 lakh rupees വരും. പുതിയ ഷെയർസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ എത്ര രൂപ വരുന്നു, ഈ പറയുന്ന 80 lakh rupees വരുന്നു അല്ലേ. 80 lakh എന്ന് പറയുന്നത് ആ ഡിബഞ്ചറിൻ്റെ വാല്യൂ ആണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്, ഇവിടെ 20 rupeeക്കാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് 5 rupees ഈച്ച് എന്നും പറയുന്നുണ്ട്. അപ്പം 20 + 5 ടോട്ടൽ 25 rupeesൻ്റെ ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 80 lakhനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. അപ്പം 80 lakh ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ്, 64 lakh rupees ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്കും, അതേപോലെ തന്നെ 80 lakh ഡിവൈഡ് ബൈ 25 ഇൻറ്റു 5 16 lakh rupees സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും വരും. അപ്പോൾ എന്താണ്, പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. റിഡംഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ആയിട്ടും സെക്യൂരിറ്റീസ് പ്രീമിയമായി കൺവേർട്ട് ചെയ്ത് ആ റിഡംഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി. നെക്സ്റ്റ് ഫോർത്ത് മെത്തേഡാണ് when debentures are redeemed at premium and new shares or debentures are issued at premium. അതായത് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലും അതേപോലെ തന്നെ ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ്. അപ്പോൾ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരുന്നത്, ഫസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആകുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലേ. ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം, ഡിബഞ്ചറിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മളതിനെ റിഡീം ചെയ്യുന്ന ജേണൽ എൻട്രി ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. പ്രീമിയത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആർക്കാണ് ഈ എമൗണ്ട് കൊടുക്കേണ്ടത്, ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി ഈ എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, പുതിയ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് വരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഇഷ്യൂ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് അറ്റ് എ പ്രീമിയം. അപ്പോൾ ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഒപ്പം സെക്യൂരിറ്റീസ് പ്രീമിയമായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 14 വൈ ലിമിറ്റഡ് ഹാഡ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് ₹9 lakh 9% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each redeemable at premium of 5% അല്ലേ. വൈ ലിമിറ്റഡിൽ എത്ര റുപ്പീസ് ഉണ്ട്, 9 lakhൻ്റെ 9% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അത് 100 ഈച്ച് ആണ്. ഓരോ ഡിബഞ്ചറിൻ്റെയും വാല്യൂ 100 രൂപ വീതമാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താണ്, റെഡീമബിൾ അറ്റ് പ്രീമിയം, അത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്.
According to the terms of redemption, the company redeemed 25% of debentures by converting them into shares. അപ്പോൾ എന്താണ് ഈ 9 lakh റുപ്പീസിൻ്റെ 25% ആണ് ഇവിടെ റിഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 ലാക്കിൻ്റെ 25% റിഡീം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് റിഡീം ചെയ്യുന്നത്? കൺവേർട്ടിംഗ് ദം ഇൻറ്റു ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആൻഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹5. കൺവേർട്ട് ചെയ്യുന്നത് 10 + 5, അതായത് 10 റുപ്പീസ് ഷെയറിൻ്റെ വാല്യൂ പ്ലസ് 5 റുപ്പീസ് പ്രീമിയം, അങ്ങനെ ടോട്ടൽ 15-നാണത് പുതിയ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയും ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ജേണൽ എൻട്രീസ് എന്താണ്? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രീസ് നമ്മൾ എഴുതുന്നില്ല. അറ്റ് ദ ടൈം ഓഫ് ദ റിഡംഷൻ്റെ ടൈമിലുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് പ്രീമിയത്തിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത്, പ്രീമിയത്തിൽ തന്നെയാണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇവിടെ റിഡീം ചെയ്യപ്പെടുന്നത് കമ്പനിയുടെ കൈവശമുള്ള 9 ലാക്ക് ഡിബഞ്ചേഴ്സിൻ്റെ 25% ആണ്. അപ്പോൾ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 9 ലാക്ക് ഇൻറ്റു 25%. 9 ലാക്ക് ഇൻറ്റു 25 എന്ന് പറയുമ്പം 2,25,000 എമൗണ്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ് പ്രീമിയം? ഈ എമൗണ്ടിൻ്റെ 5%, 2,25,000 5% എന്ന് പറയുമ്പം 11,250 റുപ്പീസാണ് എന്ത് പ്രീമിയത്തിൽ വരുന്നത്. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്താണ് 2,36,250 റുപ്പീസ്. അപ്പോൾ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2,25,000, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 11,250, ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 2,36,250 എന്ന് പറയും. ഈ എമൗണ്ട് എങ്ങനെയാണ് വന്നത്? 9 ലാക്കിൻ്റെ 25%, അതിൻ്റെ 5% പ്രീമിയത്തിലും വരുന്നു. അപ്പോൾ എമൗണ്ട് ഓഫ് 9% ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് DOI. നെക്സ്റ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന് ഈക്വലൻ്റ് ആയ എമൗണ്ടിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. എങ്ങനെയാണ് ജേണൽ എൻട്രി? ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വരും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയും എത്രയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ വരുന്ന എമൗണ്ട്? ഈ മുൻപ് കണ്ടുപിടിച്ച നമ്മളുടെ 2,36,250 റുപ്പീസാണ് ടോട്ടലായിട്ട് വരുന്നത്. അതിനെ ഷെയർ ക്യാപിറ്റലായിട്ടും സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ടും കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഒരു ഷെയറിൻ്റെ വില 10 റുപ്പിയാണ്, പ്ലസ് പ്രീമിയം 5 റുപ്പിയാന്ന് പറയുന്നുണ്ട്. അപ്പം 10 + 5 15 റുപ്പീസിൻ്റെ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 2,36,250-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഷെയർ കിട്ടുമല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 15,750 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. അതിൽ തന്നെ നമ്പർ ഓഫ് ഷെയർസ് ഇത്രയാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവും? 15,750 × 10 1,57,500, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് 15,750 × 5 78,750 റുപ്പീസും വരും അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2,36,250 ടു ഷെയർ ക്യാപിറ്റൽ 1,57,500 ടു സെക്യൂരിറ്റീസ് പ്രീമിയം 78,750 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്? റിഡീം ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, അതുപോലെ ന്യൂ ഷെയർ അല്ലെങ്കിൽ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും എന്തിൽ തന്നെയാണ്? പ്രീമിയത്തിലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്നത്. ഈ രീതിയിൽ 4ാമത്തെ മെത്തേഡാണ് ഈ കൺവേർഷൻ മെത്തേഡിലുള്ളത്. ഇനി നമുക്ക് 2 മെത്തേഡും കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.